ലോവസ്റ്റ് പെയ്ഡ് ജോബ് തന്നെയാണ് ഇപ്പോഴും അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ. ഈ സിനിമയിൽ കാണുന്ന അത്ര കളർഫുള്ളോ ഡ്രാമാറ്റിക് ഒന്നും ആയിരിക്കണമെന്നില്ല പ്രാക്ടിക്കലി വരുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോൾ രാം ജന്മിലാനി വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുള്ള ഒരു സിറ്റിങ്ങിന് 30 lakhs ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു രൂപ പോലും വാങ്ങാതെ ചെയ്തു കൊടുത്ത കേസ് ഉണ്ട്. അവരുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും നീതി കിട്ടേണ്ടവരാണെന്നൊരു തോന്നലുണ്ട്. അവിടെയാണ് ഒരു ലൈസൻസോ ഒന്നും ഇല്ലാത്തവർ വന്നിട്ട് ഫണ്ട് വാങ്ങിച്ച് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പോലും തയ്യാറാവേണം പബ്ലിക്. അദ്ദേഹത്തിന് ഇതേപോലെ ഒരു സ്കാം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു എമൗണ്ട് 1 crore above ഒരു എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് കൃത്യമായിട്ടൊരു പരാതി കൊടുത്തു. അറിഞ്ഞ ഉടനെ തന്നെ പരാതി കൊടുക്കുകയും എൻ്റെ പിന്നാലെ കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ വക്കീലന്മാരെല്ലാം കള്ളന്മാരാണോ. ട്രിവാൻഡ്രത്തെ പ്രാക്ടീസിങ് ക്രിമിനൽ ലോയറായിട്ടുള്ള അഡ്വക്കേറ്റ് രാഹുൽ കൃഷ്ണനെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒരു ഓഡിയൻസിന് വേണ്ടി രാഹുൽ കൃഷ്ണനെ ഒന്ന് പരിചയപ്പെടുത്താൻ എന്താണ്? ഞാൻ ട്രിവാൻഡ്രം വഞ്ചൂർ കോർട്ട് സെൻറ്ററിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഫേം കൗൺസിൽ കളക്റ്റീവ് എന്നാണ് പേര്. ഫേമിൽ എല്ലാത്തരം കേസസും എടുക്കും. ഞാൻ കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത് ക്രിമിനൽ കേസസും മോട്ടോർ ആക്സിഡൻറ്റ് കേസസുമാണ്. പിന്നെ സൈബർ ഫ്രോഡ്സും ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഈ കൗൺസിൽ കളക്റ്റീവ് എന്ന് പറയുന്ന ഫേമിൽ എല്ലാ തരം ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാത്തരം ക്രിമിനൽ കേസസ് എടുക്കാറുണ്ട്. പിന്നെ സിവിൽ ഡിസ്പ്യൂട്ട്സ്, ഫാമിലി മാറ്റേഴ്സ്, ആക്സിഡൻറ്റ് കേസസ് ഉൾപ്പെടെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഫേമിൽ. ഞാനും എൻ്റെ പാർട്ണർ ഇന്ദുകല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യുന്നു. ഫൗണ്ടേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മളൊരു പേഴ്സണൽ ടോക്കിൽ സംസാരിക്കാറുള്ള ഒരു കാര്യമാണ് ബെറ്റർ കോൾ സോൾവ് പോലുള്ള ഒരു ഒരു ഫേമാണ് രാഹുലിന് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറയും. അതിൽ എത്രത്തോളം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുന്നുണ്ട്, അതാണോ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത്? അതെ, മെയിനായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ അടുത്ത് ഈ ഇല്ല, വയ്യ, അറിയില്ല, പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തരം ആവശ്യമായിട്ട് വന്നാലും അവർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ റെമഡി കൊടുക്കാറാവുള്ളത്. ചിലത് ലിറ്റിഗേഷൻ തന്നെ ആയിരിക്കും വഴി, ചിലത് ADR മെക്കാനിസംസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, മീഡിയേഷൻ ആവാം, ആർബിട്രേഷൻ ആവാം, നെഗോസിയേഷൻ എന്താവാം. അപ്പം അതനുസരിച്ച് അവർക്കുള്ള റെമഡി കൊടുക്കുക. എല്ലാത്തിൻ്റെയും ഒറ്റമൂല്യ രീതിക്ക് കോടതിയിലെ കേസായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് ആവശ്യം എന്താണോ അതനുസരിച്ച് റെമഡി കൊടുക്കുക. ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റിനുള്ള അതെ. അതിപ്പം എല്ലാ അഡ്വക്കേറ്റ്സും അങ്ങനെ ചെയ്യുന്നതാണോ, അതോ നിങ്ങളുടെ ഒരു യുണീക്ക് സ്പോട്ടായിട്ട് വയ്ക്കുന്നതാണോ? ഇല്ല, അത് ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. ഇപ്പം അതായത് ചില കാര്യങ്ങൾ ഒരു മാട്രിമോണിയൽ ഇഷ്യൂ ആവാം, ചിലപ്പോൾ ഒരു അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ഇഷ്യൂ ആവാം. ഇതൊക്കെ ചിലപ്പോൾ മീഡിയേഷനിലായിരിക്കും ഒരു ട്രെയിൻഡ് മീഡിയേറ്റർ ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് സെറ്റിൽ ആവുന്നത്. ഇൻ കേസ് അതിന് പകരം ഞാൻ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, നമുക്ക് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു 6-7 വർഷം നീണ്ടുപോകും. അവർക്ക് റെമഡി കിട്ടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഒരു ഈഗോയുടെ പുറത്ത് ഉറപ്പായിട്ടും ഈ കാണുന്ന പല കേസസും ഈഗോയുടെ പുറത്ത് നീണ്ട് പോകുന്നതായിരിക്കും. ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു റെമഡി സൊല്യൂഷനായിട്ട് നിന്ന് സെറ്റിൽ ചെയ്ത് പോകണം. ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചെത്തിയിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് ലീഗലി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ ലിറ്റിഗേഷൻ മാത്രമായിരിക്കും വഴി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ലിറ്റിഗേഷനിലും കൂടെ മാത്രമേ റെമഡി കിട്ടത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ലോയറിലോട്ട് ഉള്ള ഒരു ജേണി, അതായത് എങ്ങനെയാണ്, അതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നോ, അത് ഇഷ്ടപ്പെട്ട് വന്നതാണോ? ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊമേഴ്സ് ആയിരുന്നു, MCOM ആയിരുന്നു ചെയ്തത്. തുടർന്ന് എൻ്റെ ആഗ്രഹം കൊണ്ട് ചെയ്ത ഈ LLB പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു ഇതിലോട്ട് കടന്നു വന്നത്. ഫസ്റ്റ് കേസ് തന്നെ എൻ്റെ സ്വന്തം കേസായിരുന്നു. എൻ്റെ ആദ്യത്തെ കേസ് അതായത് LLB എക്സാം എഴുതിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ അയച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല. അന്വേഷിച്ച് പോയപ്പോഴായിരുന്നു എൻ്റെ പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടില്ലായിരുന്നു. തുടർന്ന് ഒരു 2 മാസത്തോളം യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങി നടന്നു. പിന്നെയാണ് അറിയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഡ്വക്കേറ്റ് ജഷി, പുള്ളി വഴിയാ ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റെമഡി കിട്ടും എന്നറിയുന്നു. അങ്ങനെ പാർട്ടി ഇൻ പേഴ്സണായിട്ട് ഡയറക്റ്റായിട്ട് ലോകായുക്തയിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് എൻ്റെ പേപ്പർ വാല്യൂ തരണം എന്നൊരു റിലീഫ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തു. ഓർഡർ വന്നു. അതിനെ തുടർന്നാണ് എൻറോൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് പത്രത്തിലൊക്കെ വന്ന ഒരു ഓർമ്മ ഉണ്ട്. വാർത്ത വന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടൊരു. പിന്നെ എനിക്ക് ഇപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോഴാണ് ഈ ലോയർ അഡ്വക്കേറ്റൊക്കെ ആവണമെന്നുള്ള ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളം സിനിമയിലായാലും. ഇപ്പോൾ പൊതുവേ ഇപ്പം പേഴ്സണലി ഞാനും പണ്ടൊക്കെ ആലോചിക്കും, സിനിമ കാണുമ്പോൾ നമുക്കൊരു തോന്നും, ഓക്കെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എത്രത്തോളം നമുക്കത് പ്രാക്ടിക്കലി ഈ ഫിലിം പോലെയാണോ അതൊരു കാര്യം. രണ്ടാമത്
ഇപ്പം ഒരു സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ അഡ്വക്കേറ്റ് പ്രൊഫഷൻ എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുമോ അതിനെപ്പറ്റി? ഈ സിനിമയിൽ കാണുന്ന അത്ര കളർഫുള്ളോ ഡ്രമാറ്റിക് ഒന്നും ആയിരിക്കണമെന്നില്ല. പ്രാക്ടിക്കലി വരുമ്പോഴത്തേക്കും അത്രത്തോളം ഹാർഡ്ഷിപ്പ് ഉള്ളൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ അത്രയും ഹാർഡ്ഷിപ്പ് ഉള്ളൊരു ഫീൽഡാണ്. സസ്റ്റെയിൻ ചെയ്യാൻ തന്നെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രൊഫഷൻ ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഒരു ലോവസ്റ്റ് പെയ്ഡ് ജോബ് തന്നെയാണ് ഇപ്പോഴും അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾക്ക് പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. സർട്ടിഫൈഡ് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഈ മോഹൻലാൽ, AR റഹ്മാൻ ഇവരൊക്കെ അഡ്മയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ചെയ്യാമെങ്കിൽ എനിക്കിത് പറ്റുമല്ലോ എന്നൊരു തോന്നലുണ്ടായി. പക്ഷേ ഇൻട്രോവേർട്സിന് ഇത് പറ്റുന്നൊരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് ഈ ക്ലയൻറ്റ് ഡീലിങ്ങിനായാലും അവർക്ക് ബെറ്റർ റെമഡി കൊടുക്കുന്ന കാര്യമൊക്കെ കുറച്ചുകൂടെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, എഫക്റ്റീവാണ്. പക്ഷേ ഓക്കെ, ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇനിഷ്യൽ സ്റ്റേജിൽ ഇവർക്ക് വരുന്ന ലോവസ്റ്റ് പെയ്ഡ് എന്നുള്ളത്. പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയർ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ അല്ല വരുന്നത്. ഒരു തിയറിറ്റിക്കൽ നോളജ് വഴി വന്നിട്ടാണ് ഒരു പെട്ടെന്നൊരു ദിവസം എൻറോൾ ചെയ്ത് വരുമ്പം പ്രാക്ടിക്കൽ സിനാറിയോസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിനിങ് ഇല്ലാതെ എത്രത്തോളം അത് അണ്ടർ പെയ്ഡ് എന്ന് പറയുന്നതിൽ ഉപരി അതൊരു ട്രെയിനിങ് പീരീഡ് അല്ലേ? അത് അങ്ങനെ കടന്നു പോകണ്ടേ എന്നുള്ളത്. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 3 year ആർട്ടിക്കൽഷിപ്പ് ഉണ്ട്. അത് നമ്മൾ ആരും അണ്ടർ പെയ്ഡ് എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല. അവിടെ ട്രെയിനിങ് ആണ്, അത് കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ആ കോഴ്സിൽ വരുത്തേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എൻറോൾ ചെയ്യും മുന്നേ ഒരു ട്രെയിനിങ് വേണമെന്നുള്ളതൊക്കെ ആണ്. പക്ഷേ ആ ട്രെയിനിങ്ങിന് ഇത്ര എമൗണ്ട് കൊടുത്തുകൂടെ? ഈ ട്രെയിനിങ് കൊണ്ട് ആ ഫേമിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഈ ജൂനിയേഴ്സിനെ കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അതിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതാണ്. ശരിക്കും അതൊരു റാഗിങ് സൈക്കോളജി പോലെ പണ്ട് അവർ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടത് നിങ്ങൾ ഇത്രയും പൈസയ്ക്ക് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സൈക്കോളജി. ഈ വർക്ക്ഷോപ്പിലൊക്കെ പണ്ട് നമ്മൾ പറയില്ലേ, വർക്ക് പഠിക്കാൻ നിൽക്കുകയല്ലേ, വർക്ക്ഷോപ്പ് മേസ്തിരി വർക്ക് പഠിപ്പിച്ച് തരും, അപ്പം അത് കുറവായിരിക്കും, പൈസ കുറവായിരിക്കും, വർക്ക് പഠിക്കാമല്ലോ എന്നാണ്. പക്ഷെ അത് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യാൻ ചിലപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നല്ല കഴിവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഇതിൽ നിന്ന് വിട്ട് മറ്റ് ജോലിയിലേക്ക് പോകുന്നത്. അങ്ങനെ പലരെയും അറിയാം, പേഴ്സണലി അറിയുന്നവരുണ്ട്. അപ്പോൾ ഇച്ചിരി പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു. വളരെ പേരെടുക്കുന്ന സാധ്യതയുള്ള ആൾക്കാർ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. അതിന് സൊല്യൂഷനായിട്ട് അപ്പം ഈ അക്കാഡമിക്കലി വരുത്തി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ആവോ? ഇല്ല, പേയ്മെൻറ്റ് അത്യാവശ്യം അത് തന്നെ ഈ പറയുന്ന 5 വർഷം ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, 5 വർഷത്തിൻ്റെ അകത്ത് പറയുന്നില്ല, 3 to 5 3 to 5 അതിൻ്റെ അകത്തൊരു 1 year എന്തെങ്കിലും ട്രെയിനിങ് പീരീഡ് പോലെ ആക്കി കഴിഞ്ഞാൽ മതിയാവും. അത് സൊല്യൂഷൻ ആവുമല്ലോ. ഈ പറഞ്ഞ അത് മാത്രമല്ല സൊല്യൂഷൻ, ഏതാ അത് മാത്രമല്ലൊരു സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം, അങ്ങനെയല്ല? അല്ല, അങ്ങനെയല്ല. മന്ത്ലി ഒരു എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ തന്നെ പുള്ളിക്ക് സ്റ്റൈഫൻഡ് ഒരു ഇത് അതായത് ഒരു വേഷമിട്ട് ഇറങ്ങണം, കാറിൽ പെട്രോൾ അടിക്കണം, ഫുഡ് കഴിക്കണം, ഇതിനെല്ലാം ഒരു മാസം ഒരു തുക ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയാണ് ഫസ്റ്റ് സ്റ്റൈഫൻഡ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ആ സമയത്തൊക്കെ ഈ കോവിഡിൻ്റെ സമയങ്ങൾ, അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കിക്ക് ആയിട്ട് കിട്ടുന്നത് വയ്യാതെ ഒരാഴ്ച വീട്ടിലിരുന്നു, അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായി. സ്വന്തമായിട്ട് ചെയ്ത്? അല്ല, പോയി കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിരുന്നു. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച വയ്യാണ്ട് വീട്ടിലിരുന്നപ്പോൾ കയ്യിൽ പൈസ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആലോചിച്ച് തുടങ്ങുന്നത്. ഇതിന് ഇടയ്ക്ക് പലതവണ നിർത്തിയാലോ എന്ന് ആലോചിച്ച്, പ്രാക്ടീസ് നിർത്തിയിട്ട്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ജൂനിയറായിട്ട് വർക്ക് ചെയ്തതാണ്? അതെ അതെ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് എത്രയാണ് കിട്ടിയത് ജൂനിയറായിട്ട്? മന്ത്ലി പേയ്മെൻ്റ് അല്ല. അല്ല, അങ്ങനെ ഒരു സ്റ്റൈഫൻഡ് കൾച്ചറേ ഇല്ല? ഇല്ല, ചില ഓഫീസിൽ ഉണ്ട്. ഓക്കെ, ചില ഓഫീസിൽ അത് ഇല്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത്രയും സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ചേഞ്ച് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. മാറേണ്ട കാലം കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ക്രിമിനൽ ലോയർ ആണെന്ന് പറഞ്ഞു. ഈ ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുമ്പം എത്രത്തോളം അത് എത്തിക്കലി ഇഷ്യൂസ് വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ? ഒരു കേസ് എടുക്കുമ്പം ആ ആൾ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അറിയാൻ പറ്റും. ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ അവർ സത്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പം അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊരു ഫസ്റ്റ് സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള സെക്കൻഡ് തോട്ട് വരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണോ? വക്കാലത്ത് എടുക്കുന്നവരേക്കും അത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. വൺസ് വക്കാലത്ത് എടുത്ത് ആളുടെ വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നില്ല.
അതിലുപരി നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. പുള്ളി ഹെൽപ്പ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ കോടതിയിലാണ് നടക്കുന്നത്. ജഡ്ജ്മെൻറ്റ് വരുന്ന കോടതിയിലാണ്, പുള്ളി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ ഫെയർ ട്രയൽ നടത്തുക. അതന്നെ. അപ്പം ഒരു ആൾ വന്നു, ഇപ്പം അവർ കുറ്റക്കാരാണെന്ന് മനസ്സിലായി, അങ്ങനത്തെ വക്കാലത്ത് എടുക്കുമോ? ഉറപ്പായിട്ടും എടുക്കും. അത് മണി ടേംസിലാണോ അതോ? എല്ലാത്തിലും ഒരു ശരിയുണ്ടാവും. ഇപ്പോൾ ഒരാളെ കുത്ത് കേസാണെങ്കിലും അടിക്കേസാണെങ്കിലും ഈ ടെററിസ്റ്റ് മാറ്റർ അല്ലാത്ത എല്ലാ കാര്യത്തിലും രണ്ട് സൈഡിലും കുറച്ച് ന്യായം ഉണ്ടാവും. ബാക്കി ടെററിസമാണ് വെറുതെ നടന്നു പോകുമ്പം ബോംബ് പൊട്ടി മരിക്കുക, കത്തിയെടുത്ത് കുത്തുക, അങ്ങനെയൊക്കെയുള്ള സാധനം. അല്ലാതെ എല്ലാ കാര്യത്തിലും കുറച്ച് ശരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അക്യൂസിനെ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പുള്ളിക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ, പുള്ളിക്ക് ഫെയർ ആയിട്ടുള്ളൊരു ട്രയൽ കിട്ടും കോടതി എന്നുള്ളത്, അത് മാത്രമേ നമ്മൾ എൻഷുർ ചെയ്യുന്നുള്ളൂ. അതിൽ എത്തിക്കലി വേറെ കാര്യങ്ങൾ വരുന്നില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനലി നിങ്ങൾ ഒബ്ലിജ്ഡ് ആണ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇന്ന കേസ് എടുക്കാതിരിക്കാം എന്നുള്ള. ഇപ്പം നിങ്ങൾ എടുത്തില്ലെങ്കിൽ വേറൊരാൾ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഗവൺമെൻറ് തന്നെ അപ്പോയിന്റ് ചെയ്യും, അങ്ങനെയാണ്. ഇൻ കേസ് വക്കീലിനെ വയ്ക്കാനുള്ള നിവൃത്തി അക്യൂസിന് ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി വഴി വക്കീലിനെ വെച്ച് കൊടുക്കും. എനിക്കൊന്ന് ഈ ടെററിസത്തിൻ്റെ പറഞ്ഞപ്പോൾ 2006 മറ്റേ നമ്മുടെ മുംബൈ ടെററിസം അറ്റാക്ക് നടന്നപ്പോഴും അതിലും എനിക്കൊന്ന് ഗവൺമെൻറ് വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, പുള്ളിയുടേതായിട്ട് റൈറ്റ് ഉണ്ട്, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. ഓക്കെ, അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വല്ലതും തോന്നിയിട്ടുണ്ടോ? അതങ്ങനെ തന്നെ പോകണമെന്നാണോ? ഇല്ല, ഇവിടെ ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇത് കൂടുതലും കണ്ടുവരുന്ന ഈ ഡിഫൻസ് ലോയർ ഒരു ഇതുണ്ട്. ഡിഫൻസ് ലോയർ അതായത് കോടതി തന്നെ ഒരാളെ വക്കീലായിട്ട് വെച്ച് കൊടുക്കുന്നു. പ്രോസിക്യൂട്ടറിനും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണ്. ഈ അക്യൂസ്ഡിൻ്റെ വക്കീലിനും ഇതുവഴി വക്കീലിനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം വാദിക്കും പ്രതിക്കും വേണ്ടി ഗവൺമെൻറ് തന്നെ പൈസ ചിലവാക്കുന്ന രീതിക്കൊരു ഹൈറണി ഉണ്ട് അതിൽ. അല്ല, ഈ ഡിഫൻസ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് അത് സർക്കാരിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പം ഒരു ക്രിമിനൽ കേസ് നടക്കുന്നു, അത് അടിപിടി നടക്കുന്നു, അടികൊണ്ട ആൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് അയാൾ വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് പ്രോസിക്യൂട്ടറാണ് കോടതിയിൽ. അക്യൂസ്ഡ് ആണ് ഒരു വക്കീലിനെ സ്വന്തമായിട്ട് വെച്ച് ചെയ്യേണ്ടത്. പക്ഷെ അതും ഗവൺമെൻറ് വെച്ച് കൊടുക്കണം. അത് പ്രോസിക്യൂട്ടറിന് സാലറി കൊടുക്കുന്ന ഗവൺമെൻറ്. പക്ഷെ ഞാൻ പറയുന്നത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്ക് വക്കീലിനെ വയ്ക്കാൻ നിവൃത്തി ഇല്ല എന്ന് കോടതിയിൽ പറയുകയാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ഒരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. ഇപ്പം ഡിഫൻസ് ലോയർ ഇപ്പം ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ സ്കാമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ക്രിമിനൽ ലോ, ഈ ഡിഫൻസ് ലോയറിൻ്റെ അടുത്താണോ? ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ സ്കാമിൽ പെട്ടു, ഞാൻ ആദ്യം കാണേണ്ട കാറ്റഗറിയിലുള്ള അഡ്വക്കേറ്റ്സ് ആരാണ്? ഫിനാൻഷ്യൽ സ്കാമിൻ്റെ വിക്ടിമാണെങ്കിൽ ആദ്യം കാണേണ്ടത് വക്കീലിനല്ല, ആദ്യം 1930 ടോൾ ഫ്രീ നമ്പർ, അതിൽ വിളിച്ചിട്ട് ഗോൾഡൻ അവർ ഉണ്ട്, ആദ്യത്തെ 1 മണിക്കൂറിനൊക്കെ അകത്ത് വിളിക്കുകയാണെങ്കിൽ സ്കാം നടന്ന അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഉടനെ തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, റിട്ടേൺ ആയിട്ടൊരു പരാതി, എവിഡൻസ്, സ്ക്രീൻഷോട്ട്, ചാറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച്, അക്കൗണ്ട് ഡീറ്റെയിൽസും വെച്ചൊരു പരാതി കൊടുക്കുക. പക്ഷേ സ്കാം നടത്തുന്ന ആളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വക്കീലിനെ കാണേണ്ടത്. അപ്പോൾ ഈ പോലീസിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമുക്കൊരു ലോയറിൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ ഹെൽപ്പ് വേണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർഭാഗ്യവശാൽ ഉണ്ട്. കാരണം പരാതിക്കാരനും പലപ്പോഴും സ്റ്റേഷനിൽ പോകാനായിട്ട്, പണ്ട് സിനിമയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു, സ്റ്റേഷനിൽ പോകാനായിട്ടൊരു പേര്, പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളത്. ഇടയ്ക്കതില്ലായിരുന്നു, വീണ്ടും അതിപ്പോഴും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പരാതി കൊടുക്കാൻ പോയാലും കേസ് എടുക്കാതിരിക്കുക, നല്ല പെരുമാറ്റം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതും ഇപ്പോഴും പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടൊരു വക്കീലിനെ കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പേഴ്സണലി ഞാൻ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വിക്ടിം ആണെങ്കിൽ, ഒരു അക്യൂസ്ഡ് ആണെങ്കിലും പെട്ടെന്ന് കൂടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പാനിക് സിറ്റുവേഷനിൽ ഒരു കൂടെ ഒരാളുണ്ട്, നമുക്കൊരു സപ്പോർട്ട് ഒരാളുണ്ട് എന്നൊരു രീതിയിലോട്ട് പോകുമ്പം എന്ത് പറഞ്ഞാലും ഒരു സപ്പോർട്ടാണ്. റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നൊരു ഉറപ്പുണ്ടാവും. മറ്റേ നമ്മുടെ എന്തൊക്കെ പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ ആ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയും, അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും ആ സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് കൊടുക്കാൻ പാനിക് സിറ്റുവേഷൻ ആണ്. നമ്മളെ ബ്രെയിൻ വർക്ക് ആവുന്ന ടൈം ആയിരിക്കില്ല, ലോജിക്കൽ ചിന്തകൾ വരില്ല, ഇമോഷണൽ ഇതായിരിക്കും കൂടുതലും വരുന്നത്, പ്രഷറായിരിക്കും. അപ്പം അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ ആൾക്കാർ. ഓക്കെ, ഈ പറഞ്ഞ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ ക്രിമിനൽ ലോയർ? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഏത് കാറ്റഗറിയിലുള്ള ആളെ വേണം നമ്മൾ പോവേണ്ടത്? ഞാൻ പറഞ്ഞ ജസ്റ്റ് ഈ 2 റൗണ്ടും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കേണ്ടത് ലോയർ തന്നെയാണ് കാണേണ്ടത്. ക്രിമിനൽ ലോയർ കാറ്റഗറിയിലുള്ള ആൾക്കാരെ തന്നെ
സ്പെസിഫിക്കലി ഈ സൈബർ ക്രൈംസോ അല്ലെങ്കിൽ ഇത് സാമ്പത്തിക തട്ടിപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു ക്രിമിനൽ ലോയറെ തന്നെ കാണാനായിട്ട്. അതിനെന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു ലേമാൻ എന്നൊരു ആസ്പെക്റ്റിൽ ഇന്ന് ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലോയേഴ്സ് ആരൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ എന്നറിയാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും വഴികളുണ്ടോ? ഇല്ല, ത്രൂ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കോൺടാക്ട് അങ്ങനെ അറിയുന്ന റെഫറൻസ് കൊടുക്കുന്ന അങ്ങനെ അങ്ങനെയുള്ളൂ. പറയാൻ പറ്റും. അതല്ലാതെ നമുക്കൊരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആരെന്നോ ഒന്നും അറിയാനുള്ള അങ്ങനെ ഓപ്ഷൻ ഒരു ഇത് വരുന്നില്ല. കമ്മ്യൂണിറ്റിയോ അങ്ങനെയൊന്നുമില്ല. റെഫറൻസ് വെച്ചിട്ട് പോവുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പം മണി ഒരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞു, ഒരു എത്തിക്കൽ ഒരു കേസ് എടുക്കുന്നതോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ മണി ഒരു ലൈക്ക് എന്താണ് മണിയുടെ ഡെഫിനിഷൻ? ഏത് പോയിന്റിലാണ് ആസ് എ അഡ്വക്കേറ്റ് നിങ്ങൾക്കൊരു കിക്ക് കിട്ടുന്നത്? ഈ മണി ഓഫ് കോഴ്സ് ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്കിൽ നമുക്ക് മണി ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്? മണി ഒരു പർച്ചേസിങ് പവർ തരുന്നൊരു ടൂൾ, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് എല്ലാവർക്കും പറ്റില്ല. അത് വാങ്ങിക്കാനുള്ളൊരു ടൂള് മാത്രമാണ് ഈ മണി. അങ്ങനെയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ ഒരു വിക്ടിമോ ഒരു അക്യൂസ്ഡോ ആരാന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഫീസ് സംസാരിച്ചിട്ടാണോ ഒരു കേസ് ഫിക്സ് ചെയ്യുന്നത്? സംസാരിച്ചിട്ടാണ് ഫീസ് ഫിക്സ് ചെയ്യുന്നത്. സംസാരിച്ചിട്ടാണ്. ചിലപ്പം പ്രോബോണോ കേസസ് ഉണ്ട്, അതായത് അതിൽ നിന്ന് മോണിറ്ററി വേറൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിലൊരു സത്യം ഉണ്ടാവുമായിരിക്കും. നമുക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളുണ്ടാവും, ആ കേസ് എടുക്കണമെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഉണ്ടാവും. വല്ലാത്ത മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം മാറ്ററിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതനുസരിച്ചായിരിക്കും നമ്മൾ ഫീസ് ഫിക്സ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ രാഹുലിൻ്റെ ഏറ്റവും മാക്സിമം ഫീസ് കോട്ട് ചെയ്തിട്ടുള്ള പറയാൻ പറ്റുവാണെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ? അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറ്, ഫീസ് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഇല്ല. എത്രത്തോളം ഒരു അഡ്വക്കേറ്റ്സ് ലോയേഴ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ലൈക്ക് ഫീസ് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്? പല രീതിയിൽ ഫീസ് ഫിക്സ് ചെയ്യാറുണ്ട്. പെർ അപ്പിയറൻസിന് വാങ്ങുന്നവരുണ്ട്, റീറ്റെയിനിങ് ഫീസ് എന്ന രീതിക്ക് വാങ്ങുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും വാങ്ങുന്നവരുണ്ട്. അപ്പം അത് ഇത്ര എമൗണ്ട് ആണെന്നൊരു ലിമിറ്റില്ല. ടോപ്പ് 1% അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി ഒരു ചാർജ് ചെയ്യണം എത്രയായിരിക്കും പെർ സിറ്റിങ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, രാഹുലിൻ്റെ അറിവിൽ? കേരളത്തിലൊക്കെ പെർ അപ്പിയറൻസിന് 6 മുതൽ 7 ലക്ഷമൊക്കെ വാങ്ങിക്കുന്നവർ കുറവാണ്, ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഞാൻ കേട്ടിട്ടുള്ള ഇപ്പോൾ റാം ജെഠ്മലാനി, പുള്ളി അതൊക്കെ വർഷങ്ങളായി, പുള്ളി ഇപ്പം വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ട് ഒരു സിറ്റിങ്ങിന് 30 lakhs ഒക്കെ ചാർജ് ചെയ്യുന്നതാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് 25-30 ഒക്കെ വാങ്ങിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് 30 എന്നുള്ളത് അപ്പോൾ എത്രത്തോളം ഒരു ലീഡിങ്? ലിമിറ്റില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു മാറ്റർ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ അതനുസരിച്ച് എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ പർച്ചേസിങ് പവറുള്ള ആൾക്കാരും ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ നമുക്ക് അതനുസരിച്ച് ഒന്നും വാങ്ങാൻ പറ്റണമെന്നില്ല. എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ കേസ് രാഹുൽ എടുക്കുക? ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. ഞാനല്ല, എല്ലാവരും ആ ഒരു സ്റ്റേജ് കടന്നു പോകുന്നവരാണ്. അത് ചെയ്യാൻ തോന്നും. പലരും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അവരുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും നീതി കിട്ടേണ്ടവരാണെന്നൊരു തോന്നലുണ്ടാവും. 1 രൂപ പോലും വാങ്ങാതെ ചെയ്തു കൊടുത്ത കേസസും ഉണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ. ഓക്കെ. അപ്പോൾ ഒരു ടോട്ടൽ അവെയർനെസ് ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞൊരു സ്ട്രഗിൾ പറഞ്ഞു, അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് കാശ് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷന്. അത് തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? ഗ്യാപ്പ് ഭയങ്കര വലുതാണ്. അതായത് 1% പറഞ്ഞില്ല, 1% ഉണ്ടോ ആക്ച്വലി? അതോ 1%-ലും താഴെയാണോ? ഇല്ല, 1% ആൾക്കാർ ഈ ലിമിറ്റ് ഇല്ലാതെ വാങ്ങാൻ പറ്റും, അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയിരിക്കും. പക്ഷേ സെയിം ടൈം ബേസിക്കായിട്ട് നെസസിറ്റി മീറ്റ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട് സെയിം പ്രൊഫഷനിൽ തന്നെ. ടാലൻറ്റിൻ്റെ ഡിഫറൻസ് ആണോ അതോ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറൻസ് ആണോ? പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. ടാലൻറ്റ് മാത്രമല്ല, ഈ ഒരു നെറ്റ്വർക്കിംഗ് ഒരു പ്രധാന ഇതാണ്, ക്രൈറ്റീരിയ. അത് പല കാരണങ്ങളും കൊണ്ട് പറ്റാത്തവരുണ്ടാവും. പക്ഷേ വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ പല ജോലിക്കും പുറമെ ഈ ഒരു പേര് മാത്രം മതി, അഡ്വക്കേറ്റ് എന്നൊരു പേര് മാത്രം വയ്ക്കുന്നവരും ഉണ്ടാവും. മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ജോലി, പക്ഷേ പേര് അഡ്വക്കേറ്റ് എന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്. ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സറി ആയിട്ടുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഹാൻഡിൽ ചെയ്യോ? ഇപ്പം പബ്ലിക് പ്രഷറുള്ള ഒരു പബ്ലിക് അപ്പിയറൻസ് കിട്ടിയിട്ടുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. മീഡിയ പ്രഷർ,
സോഷ്യൽ മീഡിയ പ്രഷർ, ഇതൊക്കെ വരുമ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അതോ അങ്ങനെ താല്പര്യമുള്ള ആളാണോ കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനത്തെ മീഡിയ പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് മാത്രം ആ കേസ് എടുക്കണമെന്നില്ല. പക്ഷേ അങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ കേസ് ആണെങ്കിലും എടുക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. അങ്ങനെ എടുത്തിട്ടുണ്ട്, അത് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ കേസസും എടുത്തിട്ടുണ്ട്. ഒരു കേസ് വരുമ്പോൾ അത് പ്രഷർ എത്രത്തോളം ഉണ്ടായാലും അത് വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്ക് വേണ്ടി അത് നിന്നേ പറ്റത്തുള്ളൂ, നിൽക്കുകയും ചെയ്യും എന്തായാലും. ഇത് ജഡ്ജുകളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ പബ്ലിക് പ്രഷർ? ഒരു പരിധിവരെ ന്യൂസ് റിപ്പോർട്ട്സൊക്കെ അത് ബാധിക്കാം. കാരണം ഇത് കണ്ടിട്ടാണല്ലോ അടുത്ത ദിവസം കോടതിയിൽ വരുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതിനെന്തെങ്കിലും റെമഡിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് കോമണായി നടക്കുന്നൊരു കാര്യമല്ല, പക്ഷെ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീഡിയ റിപ്പോർട്ടിങ്ങിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രോഡ് ഫിനാൻഷ്യൽ സ്കാംസിൽ നടക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്? അതില്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായിട്ട് അഡ്വക്കേറ്റിനെ ഈ നേരത്തെ പറഞ്ഞ കണക്കാണ്, അഡ്വക്കേറ്റിനെ കാണണോ അതോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്? പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സ്കാം നടക്കുന്ന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഈ ഓൺലൈൻ വഴി നടക്കാറുണ്ട്. അതായത് ഫേസ്ബുക്കിലൊരു പരസ്യം വരും, സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ബ്രോക്കിംഗ് കമ്പനിയുടെ പേരിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. സെയിമായിട്ട് അവരുടെ ലോഗോ ഉൾപ്പെടെ മിമിക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ആഡ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻവിറ്റേഷൻ ആയിരിക്കും വരുന്നത്. ആദ്യം നമ്മളതിൽ ജോയിൻ ചെയ്യും, പലരും അറിയാതെ. നോക്കുമ്പോൾ അതിൽ തമ്മിൽ അവർ ചാറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ഒതൻറ്റിക്കേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണെന്ന് തോന്നും. തുടർന്ന് അതിൻ്റെ ഒരു VIP ക്ലബിലോട്ട് ആഡ് ചെയ്യും എന്നൊക്കെ പറയും. പിന്നെ നടക്കുന്ന ഈ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യം റിട്ടേൺ ഉണ്ടാകാൻ കാണിക്കും. ഈ ആപ്പിൽ തന്നെ എമൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അത് കൂടുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേനും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി വരും. അതായത് ഈ ടെലിഗ്രാം വഴിയൊക്കെ പല അക്കൗണ്ടും സെല്ല് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു സബ്സ്ക്രൈബേഴ്സ് കയറിയതിന് ശേഷം അവർ വേറൊരു പേരിലോട്ടാവും. അത് ഇതേപോലെ സ്കാം നടത്തുന്നവർ പർച്ചേസ് ചെയ്യുന്ന ഇവരെ, ഈ സ്കാം നടത്തുന്ന വിക്റ്റിമായിട്ടുള്ള ആൾക്കാർ ഈ അക്കൗണ്ടിലോട്ടായിരിക്കും എമൗണ്ട് അയച്ചു കൊടുക്കുന്നത്. ഈ അക്കൗണ്ട് ഹോൾഡറിനൊന്നും അറിയില്ല ഈ എമൗണ്ട് അടുത്ത് ആർക്കെടുത്ത് കൊടുക്കണം എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അല്ലാതെ ഈ വരുന്ന എമൗണ്ട് ആരുടെ നിന്ന് വരുന്നെന്നോ ഇത് ഭാവിയിൽ എന്താവുന്നൊന്നും അറിയില്ല. ഈ സ്കാം നടത്തുന്നവർ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ യൂസ് ചെയ്ത് എമൗണ്ട് വിക്ടിംസിനെ എടുക്കും. ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ പോലെ അവർക്ക് കൊടുക്കും. തുടർന്ന് ഇത് അടുത്ത ലെവലിലേക്ക് പോകും, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് വെച്ച ഒരാളിത് ATM വിഡ്രോവൽ പോലെ ഫിസിക്കലി ക്യാഷ് ആക്കി മാറ്റിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പലതും കണ്ടുവരുന്നത്. പിന്നീട് ഒരു നാൾ നോക്കുമ്പോൾ ഇത് വിഡ്രോ ചെയ്യാനൊക്കെ നോക്കുമ്പോഴായിരിക്കും പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റ് ആക്കും, പിന്നെ ആപ്പും ആക്സസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാവും. ഈ ഒരു അവസ്ഥ വരുമ്പോൾ പലരും പരാതി കൊടുക്കാറില്ല. കാരണം പലരും ഹൈ പ്രൊഫൈൽ ജോലിയുള്ളവരായിരിക്കും. അപ്പോൾ ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ മോശമാവോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ട് പലരും പരാതി കൊടുക്കാറില്ല. കൊടുത്തത് വെച്ച് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോയി എത്തുന്നത് മാക്സിമം പോലീസിന് അന്വേഷിച്ച് പോകാൻ പറ്റുന്നത് ഈ ഒരു അക്കൗണ്ട് ഹോൾഡറിനെ ആയിരിക്കും. തുടർന്ന് ഫർദറായിട്ട് അന്വേഷിക്കാനുള്ളൊരു കപ്പാസിറ്റി നിലവിലെ സാഹചര്യത്തിലില്ല നമുക്ക്, ശരിക്കും പറഞ്ഞാൽ. ചിലത് കണ്ടിട്ടുണ്ട്, ഇപ്പം തപ്പി പോകുമ്പോൾ ഏതെങ്കിലും ചൈന ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ultimately ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു കമ്പനിയും കാണൂല, അക്കൗണ്ടും കാണൂല, ഒന്നും കാണത്തില്ല. ഇല്ല. അതിലൊന്നും ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം മെക്കാനിസം നിലവിൽ നമ്മുടെ അതിനുള്ള റിസോഴ്സസ് ഇല്ല, അതാ സത്യം. അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഓഫീസേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്കായാൽ പോലും വേണ്ട റിസോഴ്സസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ആർക്ക് വേണോ വന്ന് ഒരു പറ്റിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നിൽക്കുകയാണോ നിലവിലെ അവസ്ഥയിൽ അതാണ്. അതാണ് അതിന് എന്താണ് ഒരു പോം വഴി ആസ് എ ഓഡിയൻസിനോടുള്ള? നമ്മൾ ജാഗ്രത പാലിക്കണമെന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു OTP ആയിരിക്കാം വരുന്ന, ഒരു മെസ്സേജ് ആയിരിക്കും, ഒരു ലിങ്ക് വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം. ഇത് ഏത് വഴിയും നമ്മളെ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മുടെ ഒരു മൊബൈൽ നമ്പർ വേറൊരാൾ യൂസ് ചെയ്യുന്നത്. ജാഗ്രത പാലിക്കുക എന്നുള്ളൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ സമീപിക്കുക. ഇതുപോലെ ട്രേഡിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ആണെങ്കിലും സർട്ടിഫൈഡ് ആണെന്ന് ഉറപ്പാക്കുക. സെബിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക, അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. അത് മാത്രമേ ഒരു വഴിയായിട്ട് ഉള്ളൂ. നേരത്തെ പറഞ്ഞത് ഈ ട്രേഡിംഗ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കാമാണ്. അത് ഓക്കെ, അത് സൈബർ ഫ്രോഡിൽ വരുന്ന ഒരു കേസാണ്. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് തരാമെന്ന് പറഞ്ഞ് ഫണ്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലൈക്ക് ടെൻഡൻസി വരുന്നുണ്ട്. ഈ സെബി രജിസ്റ്റേർഡ് അല്ലാത്ത ആര് വേണോ വന്ന് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ വന്ന് കൺവിൻസ് ചെയ്ത് ഇത്ര ശതമാനം റിട്ടേൺ തരാമെന്ന് പറഞ്ഞ്
മേടിച്ച് ഒരു സുപ്രഭാതത്തിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പം ആദ്യം ചെയ്യേണ്ട, അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിൽ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വളരെ കോമൺ ആയിട്ട് ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഒരാൾ വരുന്നു, ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ് പണം ലംസമായിട്ട് വാങ്ങുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും വിളിച്ചാൽ കിട്ടില്ല, അഡ്രസ്സ് ഇല്ല, ഒന്നുമില്ലാതെ പോകുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ വിജയം എന്ന് പറഞ്ഞാൽ ഇതാരും പരാതിപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ, ഇവർക്ക് വീണ്ടും ചെയ്യാനായിട്ടൊരു പ്രോത്സാഹനം കിട്ടുന്നത് അതാണ്. അത് എത്ര ലക്ഷമാണെങ്കിലും പോയാൽ പൊക്കോട്ടെ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ, അല്ലെങ്കിൽ കേസിൻ്റെ പുറകെ നടക്കണം എന്നൊക്കെ ഉള്ളൊരു തെറ്റായ ധാരണ കൊണ്ട് പരാതി കൊടുക്കാത്തവരാണ് കൂടുതലുള്ളത്. എനിക്കൊന്ന് ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ് ഇപ്പം ഈയിടെയായിട്ട്. കാരണം ഒരു ബോധവൽക്കരണത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് എനിക്ക് തോന്നുന്നു. കാരണം സെബി റെഗുലേഷൻ പ്രകാരം ഇപ്പം സെബി രജിസ്റ്റേർഡ് ആണെങ്കിൽ ആണെന്ന് വിചാരിക്കുക, ഫണ്ട് മേടിച്ചൂടാ. അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്കിപ്പം സെബി എനിക്ക് പോർട്ട്ഫോളിയോ കൊടുക്കാം, അതല്ലാതെ അവരുടെ ഫണ്ട് മേടിക്കാനുള്ള ഒരു പവറും ഇല്ല. അവിടെയാണ് ഒരു ലൈസൻസോ ഒന്നും ഇല്ലാത്തവർ വന്നിട്ട് ഫണ്ട് വാങ്ങിച്ച് പൈസ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പോലും തയ്യാറാവുകയാണ് പബ്ലിക്. ധാരാളമായിട്ട് അത് കണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, നല്ലതായിട്ട് സംസാരിക്കുന്നു, ഗ്യാരണ്ടീഡായിട്ട് ഇത്രയും രൂപ നിങ്ങൾക്ക് കിട്ടും, വേറൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. പണ്ട് മുതലേ ഇത് ഉള്ളൊരു കാര്യമാണ് മണി ചെയിൻ. അങ്ങനെ പല രീതിയിൽ നമ്മൾ തട്ടിപ്പ് കണ്ടിട്ടുണ്ട്. മലയാളികളാണ് കൂടുതലും ഇതിന് വിക്ടിമാവുന്നത്. പക്ഷെ അത് പുറത്ത് പരാതി കൊടുക്കുന്നില്ല. എനിക്ക് ഓരോ സമയത്തും ഓരോ ടൂള്. അന്ന് മണി ചെയിൻ വേറൊരു പ്രോഡക്റ്റ് ആയിരുന്നു, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയും. ഇതുപോലെ സെയിം സിറ്റുവേഷനിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, വേറൊരു ബിസിനസ്സാണിത്. എൻ്റെ ഫാമിലി തന്നെ എൻ്റെ അറിവില്ല, ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പരിചയത്തിലുള്ള 3 പേര് പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് എൻ്റെ അറിവിൽ, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു ബിസിനസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സബ് കോൺട്രാക്റ്റ് കിട്ടി, കൊച്ചിൻ എയർപോർട്ടിൻ്റെ സബ് കോൺട്രാക്റ്റ് കിട്ടി, കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ സബ് കോൺട്രാക്റ്റ് കിട്ടി. അങ്ങനെ ഓരോ ബിസിനസ് കിട്ടി, നമുക്ക് കുറച്ച് ഫണ്ട് വേണം, അത് ചെയ്ത് കഴിയുക, ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ശതമാനം വെച്ച് റിട്ടേൺ തരാം, ബിസിനസ്സിൽ നല്ല ലാഭമുണ്ട്. ആദ്യം കുറച്ച് പൈസ കൊടുക്കും. ഈ പൈസ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതൽ ഫണ്ട് കൊണ്ടുപോകും. അതൊരു 1 CR ആകുമ്പോഴേക്കും ഒറ്റ നിപ്പിനങ്ങ് ആൾക്കാരെ കണക്ട് ചെയ്യാനോ വിൽക്കാനോ സംസാരിക്കാനോ ഒരു കണക്ഷനും ഇല്ല, ബന്ധവും ഇല്ല. ഇതേ സെയിം സ്റ്റോറി തന്നെയാണ് ഞാൻ ഈ 3 പേരിൽ നിന്ന് കേൾക്കുന്നത്. ഇത് 3 നടന്നത് 3 കാലഘട്ടത്തിലാണ്. ഈ 3 പേരും എൻ്റെ അറിവിൽ കേസ് കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അവരെല്ലാം പല സ്ഥലങ്ങളിൽ കടം വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ മാറി താമസിക്കേണ്ട, മക്കളെയും വീട്ടുകാരെയും മാറി താമസിക്കേണ്ട അവസ്ഥയിലും വരുന്നുണ്ട്. പക്ഷെ ഇവരാരും നേരത്തെ പറഞ്ഞ കണക്ക് കേസ് കൊടുക്കുന്നില്ല. പരാതി കൊടുക്കാൻ മടിക്കുന്നതാണ് റീസൺ എന്തെങ്കിലും ഉണ്ടോ? അത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഗൽ സിസ്റ്റത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നോ? അതൊരു തെറ്റിദ്ധാരണയാണ്. പണ്ട് മുതൽ നമ്മൾ സിനിമയിലും മറ്റും കേട്ട് ഇതുള്ളതാണ്, അതിൻ്റെ കേസിൻ്റെ പുറകെ നടക്കണം എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേനും ആദ്യം പരാതിപ്പെടണം. ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുക്കണം. ലോയർ ആവുന്നതല്ലേ നല്ലത്? ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ലോയറിൻ്റെ ഹെൽപ്പ് എന്തായാലും എടുക്കാവുന്നതേ ഉള്ളൂ. കൺസൾട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടൊരു പരാതി കൊടുക്കുക. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം, കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് കമ്മീഷണർ പരാതി കൊടുക്കുകയും, ഇല്ല അതും നടപടി ഇല്ലെങ്കിൽ മാത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ ഡയറക്റ്റായിട്ടൊരു പെറ്റീഷൻ കൊടുത്ത് കേസ് എടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പരാതി കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ഉള്ള എവിഡൻസ് എല്ലാം ഉണ്ടാവും. പലതും അക്കൗണ്ട് വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും, ആളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. ഇത് എത്രത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറയുന്നുണ്ട് ഈ ഗോൾഡൻ അവർ എന്ന് പറയും, എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് പരാതി കൊടുത്തിട്ടൊരു യൂസ് ഉണ്ടാവണമെന്നില്ല. എപ്പോഴാണോ നമുക്കിത് ചതിവ് പറ്റിയെന്ന് ബോധ്യപ്പെടുന്നത് ഉടനെ തന്നെ ഒരു പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഒരു റെമഡി. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു ഈസി മെത്തേഡ് ഇല്ല പണം ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരാൾ ഉറപ്പായിട്ട് ഗ്യാരണ്ടീഡായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്നും കൂടെ ഒന്ന് ആലോചിക്കുകയും ആളിനെ കുറിച്ച്, ഈ പറഞ്ഞ ആൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണോ എന്നും മറ്റെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. 1 രൂപയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോക്കുക, നമുക്കിത് ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. പരാതിപ്പെടുക. ഇൻ കേസ് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, അബദ്ധം പറ്റാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്ത് അറിയാതൊരു ക്ലിക്ക് ഏതെങ്കിലും ഒരു ആഡിൽ കൊടുത്താൽ പോലും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ടാവാം, നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അബദ്ധം ആർക്ക് വേണമെങ്കിലും പറ്റാം ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ അത് പരാതിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഞങ്ങളുടെ മഞ്ചൂർ കോഡിൽ തന്നെ ഉള്ള ഒരു സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന് ഇതേപോലെ ഒരു സ്കാം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു എമൗണ്ട്, 1 crore എബോവ് ഒരു എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് കൃത്യമായിട്ടൊരു പരാതി കൊടുത്തു, അറിഞ്ഞ ഉടനെ തന്നെ പരാതി കൊടുക്കുകയും എൻ്റെ പിന്നാലെ നടന്നു. അതും ഈ അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ വശങ്ങൾ അറിയാം, അതുകൊണ്ടായിരിക്കാം ഉറപ്പായിട്ടും. മേ ബി ഇപ്പം ഈ പറഞ്ഞപ്പം തന്നെ എനിക്ക് തന്നെ ഇപ്പം ഫസ്റ്റ് ഒരു സ്കാമിൽ പെട്ടുപോയി. ഞാൻ പാനിക്കായി, പ്രഷേർഡായി, പല രീതിയിലേക്കായിരിക്കും ചിന്തിക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ. അവിടെയും ഈ പറഞ്ഞ കണക്ക് ഒരു
നമ്മുടെ ഒരു ലോയറിൻ്റെ ഒരു ഹെൽപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന സ്റ്റേറ്റിൽ എത്തില്ല. അതാണ് ബേസിക്കലി ഉള്ള ഒരു കാര്യം. നമ്മൾ പരാതിയായിട്ട് പോകുന്നു, അതുകൊണ്ട് നമ്മൾ കേസിൽ പെട്ടുപോകും എന്നുള്ളൊരവസ്ഥ ഇല്ല. ശരിക്കും അത് പേടിക്കേണ്ടത് ഈ ചീറ്റിംഗ് നടത്തുന്ന ആളാണ്, ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് ബാധിക്കപ്പെടുന്ന ആൾ. പരാതിക്കാരന് ഇതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. അതാണ് ബേസിക്കലി കിട്ടേണ്ട ഒരു അവയർനെസ്. ചെറുതായാലും വലുതായാലും തുക എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം പരാതിപ്പെടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ചീറ്റിംഗ് നടത്തുന്നവരുടെ ഏറ്റവും വലിയ ടൂള്, പരാതിപ്പെടാത്തത്. പരാതിപ്പെടാറില്ല, ആരും പെടാറില്ല എന്നുള്ളത് വളരെ കുറേ. ഒരു 100 പേരെടുത്താൽ ഒരു 5-6 പേരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. വളരെ കുറവാണ്. എല്ലാവർക്കും നഷ്ടം, ചോദിക്കുന്ന എല്ലാവരുടെ ചോദിച്ചാൽ ഇതിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട്. പക്ഷേ അതിനനുസരിച്ച് കേസ് ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആരും. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ഈ അഡ്വക്കേറ്റിൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ഇൻകം ഒരു സ്റ്റേജ് എത്തുന്നവരെ നേരത്തെ പറഞ്ഞ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് രാഹുൽ അഡ്വൈസ് ചെയ്യാറുണ്ടോ ഒരു ജൂനിയറായിട്ട് വരുന്ന ആൾക്കാർക്ക്? അഡ്വൈസിനേക്കാൾ ഉപരി ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം, ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങനെ പൈസ മാറ്റി വയ്ക്കാനായിട്ടൊന്നും ഉണ്ടാകുന്ന കാലമല്ല. എങ്കിൽ പോലും ആദ്യമായിട്ട് ചെയ്തൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് മന്ത്ലി എക്സ്പെൻസ് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 3 ഇരട്ടി ഒരു എമർജൻസി ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫോർമാറ്റിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ചെയ്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതായിരുന്നു. 5 lakhൻ്റെ കവറേജ് ഉള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. അതിനുശേഷം ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. എൻ്റെ ആദ്യത്തെ ജോലി ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന ജോലിയാണ്. ഞാൻ മെറ്റ് ലൈഫ് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 18 വയസ്സിൽ. അപ്പം അപ്പോഴേ അറിയില്ലായിരുന്നു, പിന്നീടാണ് ഇതിൻ്റെ ഒരു ആവശ്യം മനസ്സിലാവുന്നത്. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് എല്ലാ മാസവും വരില്ല. അപ്പോഴിങ്ങനെ ചില മാസങ്ങളിൽ ഇൻ കേസ് വയ്യാണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ആശങ്ക വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ടേം ഇൻഷുറൻസ് എടുക്കുക. ഇതാണ് എനിക്കും സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ വളരെ ഒരു കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ വക്കീലന്മാരെല്ലാം കള്ളന്മാരാണോ? തെറ്റായിട്ടൊരു ധാരണ. എല്ലാ പ്രൊഫഷനിലും എല്ലാത്തരം ആൾക്കാരും ഉണ്ടാവും. ഇന്ന പ്രൊഫഷനിൽ ഇന്ന സൊസൈറ്റിയുടെ ഭാഗമാണല്ലോ. ഇപ്പം ഞാനായാലും അഭിനാസായാലും ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ വന്ന ആൾക്കാരാണ്, പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സൊസൈറ്റിയിലാണ് കള്ളന്മാരുള്ളതും കൊള്ളക്കാരുള്ളതും പിടിച്ചുപറിക്കാരുള്ളതും എല്ലാം ഈ സൊസൈറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാർ പല ജോലിയും ചെയ്യും. ഡോക്ടർമാരാവാം, എഞ്ചിനീയർമാരാവാം, വക്കീലന്മാരാവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ ജനറലി അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ നിയമവശങ്ങൾ അറിയുന്നത് കൊണ്ട് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇടപെടേണ്ടി വന്ന ഒരു മേ ബി അത് വസ്തുവിൻ്റെ കാര്യത്തിലാവാം, റെൻറ്റൽ എടുക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഡീലിങ്സുമായിട്ട് വരുമ്പം ഒരു അഡ്വക്കേറ്റാണ് അപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആവട്ടെ ഒന്ന് റീതിങ്ക് ചെയ്യും, ഇവരിപ്പം തലവേദന ആവോ ഇവർ ഒന്ന് പറഞ്ഞ് രണ്ടിന് അവർ ക്യാസ് കൊടുക്കാൻ നടക്കും. അവർക്ക് വേറെ ചിലവൊന്നുമില്ല, അവർ എന്നും ഓഫീസിൽ പോകുന്ന വഴിക്ക് ഒരു ക്യാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട് ഈ വക്കീലന്മാരെ പറ്റിയുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. അതായത് ഞങ്ങളെ സംബന്ധിച്ച് റൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ആൾക്കാർ, നമുക്ക് എന്തൊക്കെ റൈറ്റ് ഉണ്ട്, ഒരു സാധനം വാങ്ങിയാൽ തന്നെ കൺസ്യൂമറിൻ്റെ റൈറ്റ് എന്താണെന്നുള്ളത് അറിയാം, നമുക്ക് എന്തൊക്കെ സർവീസ് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, അതിലെന്തൊക്കെയാണ് കിട്ടുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അപ്പുറത്തെ സൈഡിൽ ഒരു വക്കീലാണെങ്കിൽ ഇത് പറ്റില്ലല്ലോ എന്നൊരു തോന്നൽ വരുന്നത്. അല്ലാതെ അതിൽ വേറെ എല്ലാം ഫെയറായിട്ട് നടക്കും. ഓപ്പോസിറ്റ് ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ എല്ലാം ഫെയറായിട്ട്, ഇപ്പം നിങ്ങളൊരു പ്രോപ്പർട്ടി റെൻറ്റിന് പുള്ളിക്കാരന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അപ്പുറത്തെ സൈഡിലൊരു വക്കീലാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റെൻ്റൽ എഗ്രിമെൻറ്റ് വെച്ച് തന്നെ റെൻറ്റ് സാധനം എടുക്കാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യും. എന്തായാലും ഓഫ് ദ റെക്കോർഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട, നമുക്ക് അതുമായിട്ട് അവരായിട്ട് നല്ല രീതിയിൽ ടേംസിൽ കൊണ്ടുപോകാൻ പറ്റും. ചതിക്കാനല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിൽ നന്ദി. താങ്ക് യു. താങ്ക് യു. എന്നെ വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.